ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് അഴകിൻ്റെ വാഴാരിയിലേക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ മായന്നൂർ പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒറ്റപ്പാലത്താണ് മായന്നൂർ പാലം ഉള്ളത്. ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശം പാലക്കാടും മറുവശം തൃശ്ശൂരുമാണ്. അപ്പോൾ നമ്മുടെ ഒറ്റപ്പാലത്തിൽ നിന്ന് 13 കിലോമീറ്ററാണ് വാഴാരിയിലേക്കുള്ള ദൂരം. തൃശ്ശൂർ പാലക്കാട് ജില്ലാതിർത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് അതിമനോഹരമായ നെൽപ്പാടങ്ങളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ വാഴാലിക്കാവ്. അപ്പോൾ ഇതേ നമ്മൾ മായന്നൂർ പാലം പിന്നിട്ട് പിന്നെ വലതുവശത്തുള്ള എട റോഡുണ്ട്. അപ്പോൾ എട റോഡ് വഴി കയറിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോവുക. മലയാള സിനിമകളുടെ പ്രിയപ്പെട്ട ഒരു ലൊക്കേഷനാണ് കേട്ടോ ഈ വാഴാലിക്കാവ്. ഒട്ടനവധി സിനിമകളിൽ നമ്മൾ ഈ അമ്പലവും പരിസരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ചന്ദ്രോത്സവം, അജഗജാന്തരം, വാത്സല്യം, മഴവിൽ കാവടി, നഗശതങ്ങൾ, കുടമാറ്റം, ആറാം തമ്പുരാൻ, ദ്രോണ, അങ്ങനെ ഒട്ടനവധി സിനിമകൾ. അപ്പോൾ നമ്മൾ വാഴാലിക്കാവിൽ എത്തിയിട്ടോ. ഇവിടെ നോക്കിയാൽ ദൂരെ കാണുന്നതാണ് വാഴാലിക്കാവ്. അപ്പം ഒരു ആൽത്തറയുണ്ട് കേട്ടോ ഹൈലൈറ്റ് ആയിട്ട്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്ന ചിത്രം ചന്ദ്രോത്സവമാണ് കേട്ടോ. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം, കാരണം കറക്റ്റ് ലൊക്കേഷനാണിത്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ ഇവിടെ നിന്നിട്ടാണ് മീനയുടെ കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ ചെറുക്കൽ ശ്രീഹരിയുടെ പെണ്ണാണെന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ ഇമോഷണൽ ഡയലോഗ് പറയുന്ന ഒരു സീൻ എടുത്തിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ അത്താണിക്കല്ലിൻ്റെ മുകളിലാണ് കൊച്ചുണ്ണീഫ് ഇരിക്കുന്നത്. ലാലേട്ടൻ ഈ ആൽത്തറയുടെ ഫ്രണ്ടിലായിട്ടാണ് നിന്ന് ഈ ഡയലോഗ് പറയുന്നത്. അപ്പോൾ ആൽത്തറ പിന്നിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് കുറച്ചുകൂടെ മുന്നോട്ട് സഞ്ചരിക്കാനുണ്ട്. പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. നല്ല നെൽപ്പാടങ്ങളാണ് ഇരുവശങ്ങളിലും, നല്ല മനോഹരമാണ്. അതിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ ഈ വഴിയുടെ. ഒരുപാട് മൂവി ലൊക്കേഷൻസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആ ചന്ദ്രോത്സവ മൂവിയിൽ തന്നെ ഒരു ഫൈറ്റ് സീനും ഈ പാടവരമ്പത്ത് വെച്ചിട്ടാട്ടോ നടക്കണേ. മനോഹരമായ റോഡും ഇരുവശത്തുമുള്ള പാടങ്ങളും പിന്നിട്ട് അമ്പലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്താറായിട്ടോ. ദൂരെ അമ്പലം, വാഴാലിക്കാവ് അമ്പലം നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ എത്തിയിട്ടോ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് കേട്ടോ വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രം. അപ്പം ഇതാണ് കേട്ടോ ഓവറോൾ വ്യൂ. അമ്പലമാണ്. അതിന് മുൻവശത്തും സൈഡിലൊക്കെ ആയിട്ട് നെൽപ്പാടങ്ങളാണ്. നിറയെ പച്ചപ്പാണ് കേട്ടോ. വേനൽക്കാലം മാറി മഴക്കാലം ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഭംഗിയിൽ വാഴാലിക്കാവ് കാണാൻ പറ്റുക. അപ്പോൾ ഞാൻ എപ്പോഴും ഇൻസ്റ്റാ റീൽസിലൊക്കെ കാണാറുള്ളത് ഈ പാടത്തിന് നടുവിലുള്ള ഈ കൂത്തമ്പലമാണ് കേട്ടോ. ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഇവിടെ വന്നപ്പോഴാണെങ്കിലും. ഇതിന് പുറകിൽ ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാൽ നമുക്ക് ദൃശ്യമാകില്ല. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പാഞ്ഞാൾ ഗ്രാമത്തിലുള്ള പൈങ്കുളം ഗ്രാമത്തിലെ വാഴാലിപ്പാട് എന്നൊരു കൊച്ചു പ്രദേശത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. 2 ദേവീ പ്രതിഷ്ഠയുണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ. പിന്നെ 2 കൊടിമരം ഉണ്ട്. അതാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിവിടെ എത്തിയത് ഏർലി മോർണിംഗ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞ് നട അടക്കുന്ന ഒരു നേരത്താണ് നമ്മൾ എത്തിയത്. അതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായില്ല. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ എൻട്രൻസ്. നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ഷേത്രക്കുളത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രക്കുളം ഈ പാടവരമ്പത്തിലൂടെ പോകുമ്പോഴാണ് കേട്ടോ കാണുന്നതാണ് ക്ഷേത്രക്കുളം. ദൂരെ മഴനിരകളുണ്ട്. അപ്പോൾ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്തോ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കുകയാണ് ക്ഷേത്രക്കുളത്തിൽ. നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ കുളം. അപ്പോൾ പണി നടക്കുന്നതേ ഉള്ളൂ. അപ്പം പൂർത്തിയായി കഴിയുമ്പോൾ നെൽപ്പാടങ്ങൾക്ക് നടുവിലൊരു കുളവും കൂടി വരുമ്പോൾ ഒന്നും കൂടെ ഭംഗി കൂട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതേ തിരികെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ചുറ്റും നെൽപ്പാടങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്താണ് നെൽകൃഷി ചെയ്തിരിക്കുന്നതെന്ന്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദൂരെ ആ ആൽമരവും ആ ഒരു കൂത്തുമാടവും കാണാൻ പറ്റും. നല്ലൊരു പ്രകൃതി ഭംഗിയാണ് കേട്ടോ ഇവിടെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോകുന്ന കാഴ്ചയാണല്ലോ. അപ്പോൾ വള്ളുവനാട്ടിലെ സുന്ദരിയാണ് വാഴാലിക്കാവും ഒക്കെ എന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും.
അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണുന്ന ആ ഒരു വ്യൂ ഇല്ലേ, അതാണ് നമ്മുടെ കൂത്തമ്പലം. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും കണ്ടിട്ടുള്ള വാഴാലിക്കാവിൻ്റെ ചിത്രം എന്ന് പറയുമ്പോൾ ആ ഒരു സീനായിരിക്കും എല്ലാവർക്കും ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ കൂത്തമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവത്തിന് മുന്നോടിയായി പാവക്കൂത്ത് നടത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കൂത്തമ്പലം. അതിന് മുന്നിൽ ഒരു അഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ നോക്കിയാലുള്ള കൂത്തമ്പലത്തിൻ്റെ കാഴ്ച. അവിടെ ഒരു ആൽമരം ഉണ്ട് കേട്ടോ. അത് ആ വാഴാലിക്കാവിലേക്ക് വരുന്ന വഴിക്ക് ഒരു ആൽമരാണത്. അപ്പോൾ നമുക്ക് കുശലം പറയാനും സംസാരിക്കാനൊക്കെ പറ്റിയൊരു അടിപൊളിയൊരു സ്ഥലമാണ് കേട്ടോ. അത് പീസ്ഫുൾ ആണ് കേട്ടോ. അറ്റ്മോസ്ഫിയർ മൊത്തം ഒരു രക്ഷയില്ല. അപ്പോൾ ഒരു കേരള തനിമയെക്കുറിച്ച് നമ്മുടെ ഓരോ മലയാളികളുടെയും മനസ്സിൽ വരച്ചിടുന്ന ചിത്രം എന്താണ്? അതാണ് വാഴാലിക്കാവ്. വേനൽക്കാലത്ത് വാഴാലിക്കാവ് ഇത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ. പച്ചപ്പ് ഇങ്ങനെ കാണാൻ പറ്റില്ല. ഈ ഒരു സമയത്തായിരിക്കും കൂടുതൽ ഭംഗിയായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വന്ന കാലാവസ്ഥ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു. പക്ഷെ ദൂരെ ഇങ്ങനെ കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. മഴ പെയ്യാനും സാധ്യതയുണ്ട്. ആ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ നമ്മളിവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പം ഇതൊക്കെ എല്ലാവരും വന്നിട്ട് ഒന്ന് കാണുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രകൃതി ഭംഗി എന്താ, അതിൻ്റെ ഒരു വിശുദ്ധി എന്താന്നൊക്കെ ഇവിടെ വരുമ്പോൾ നോക്കി ഇങ്ങനെ മനസ്സിലാവും. മഴ പെയ്ത് പാടത്തിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ തങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് കൂത്തമ്പലത്തിൻ്റെ ഇവിടെ അടുത്ത് പോകണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ആ കൂത്തമ്പലത്തിൻ്റെ അഴികളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇവിടെയാണ് തോൽപ്പാവക്കൂത്ത്, പാവകളിയില്ലേ, അത് നടക്കുന്നത് കേട്ടോ. എവിടെ നോക്കിയാലും ഏത് ആംഗിളിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ നോക്കിയാലും ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ. അത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. കാരണം നോക്കത്താ ദൂരത്തോളം നെൽപ്പാടങ്ങളാണേ. കാണുമ്പോൾ നമുക്കറിയാലോ ആ ഒരു ഭംഗി. അപ്പോൾ കൂത്തുമാളത്തിന് പിന്നിലൂടെ നമ്മുടെ ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ പാടവരമ്പത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭാരതപ്പുഴ ഒഴുകുന്നത് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം കേട്ടോ. കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാടവരമ്പിലൂടെ. അപ്പോൾ ദൂരേന്ന് ഇങ്ങനെ ട്രെയിൻ പോകുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കാം എവിടെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ആ പോകുന്ന വശത്തുള്ള കൂത്തുമാടത്തിൻ്റെ സൈഡ് വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഭാരതപ്പുഴയിൽ വെള്ളം ഒഴുകുന്നത് ദൂരെ നിന്ന് ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ വെള്ളമില്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ മണൽത്തിട്ടയാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത്. പിന്നെ ദൂരെ ട്രെയിൻ പോകുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കാം കേട്ടോ. ഉത്രാലിക്കാവ് പോലെ നമുക്ക് വിസിബിൾ അല്ല, എന്നാലും നമുക്ക് ട്രെയിൻ എവിടെയോ ഇങ്ങനെ പോകുന്ന ഒരു സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കാം. പിന്നെ പുഴയുടെ കുറച്ചങ്ങ് മാറിയിട്ട് ഒരു തടയണയും കൂടി ഉണ്ട് കേട്ടോ. ഇതാണിപ്പോൾ ഭാരതപ്പുഴയുടെ അവസ്ഥ. ഒട്ടും വെള്ളമില്ലാന്ന് തന്നെ പറയാം. എല്ലാം കരിഞ്ഞുണങ്ങിയ ഒരു അവസ്ഥയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇത്രക്ക് അങ്ങോട്ട് മഴയും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ദൂരെ കുറച്ച് പോർഷനിൽ വെള്ളം ഒഴുകുന്ന കാണാൻ പറ്റും. അപ്പോൾ അവിടെ പോകാന്നുള്ളത് ഒരു ടാസ്ക്കാണ്. നമ്മളിങ്ങനെ നടന്ന് പുഴയിലൂടെ ഇങ്ങനെ പോകണം. നമ്മൾ ഇറങ്ങി അങ്ങ് നടക്കുക കേട്ടോ. അപ്പോൾ ഭാരതപ്പുഴയിലൂടെ നടക്കുക എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ അപ്പോൾ അത് ഫൈനലി നമ്മൾ വെള്ളം ഒഴുകുന്ന ആ ഒരു കുട്ടി പോർഷനിൽ എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് ആ വെള്ളം ഒഴുകുന്ന ആ ഒരു ചെറിയൊരു സ്ഥലം. അപ്പോൾ നമ്മുടെ മനുഷ്യരുടെ സ്വഭാവവും നമ്മൾ പ്രകൃതിയെ ദ്രോഹിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജലസ്രോതസ്സിലാണെങ്കിലും പ്രകൃതിയിലാണെങ്കിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഇവിടെ വന്നിങ്ങനെ നോക്കുമ്പോഴൊക്കെയാണ് നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ മനസ്സിലാവുന്നത്. ഒരു പുഴയാണേ. അപ്പോൾ അതൊരു എത്രയോ ഒരു വിശാലമായൊരു മൈതാനം പോലെ കിടക്കുന്നതെന്ന് നിങ്ങൾ നോക്കണം. അപ്പോൾ നമ്മൾ തിരിച്ച് ഭാരതപ്പുഴയിൽ നിന്ന് പോവാം കേട്ടോ. അപ്പോൾ ആ കൂത്തമ്പലത്തിൻ്റെ ബാക്കാണ്. അപ്പം അവിടെ നിന്ന് പിന്നിട്ട് വീണ്ടും ആ പാടവരമ്പിലൂടെ നമ്മൾ ആ ആൽത്തറയ്ക്ക് പോവുകയാണേ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ചന്ദ്രോത്സവം മൂവിയിലെ ഫൈറ്റ് സീനും കൂടെ ഈ പാടവരമ്പത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മൂവിയിൽ കാണിക്കുന്നത് കൊയ്ത്ത് കഴിഞ്ഞ് വെള്ളമുള്ള ഒരു പാടമായിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഈ കൂത്തുമാടവും ഈ അമ്പലവും ആൽത്തറയൊക്കെ കാണാൻ പറ്റും കേട്ടോ.
അപ്പോൾ നമ്മൾ ആ വന്ന സമയത്ത് ആ ഒരു ആൽത്തറയും മത്താണിക്കല്ലും കണ്ടില്ലായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഈ ഒരു ഫൈറ്റ് സീൻ നടക്കുമ്പോൾ ലാലേട്ടൻ ഓടി വരുന്നത് ഈ പാടവരമ്പിലൂടെയാണ് കേട്ടോ. എന്നിട്ടാണ് പിന്നെ ആ ഒരു ഫൈറ്റ് സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങോട്ട് നോക്കിയാലും പാടാണ് കേട്ടോ. അതാണ് ഇങ്ങനെ മൊത്തം ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങോട്ട് നോക്കിയാലും ഇവിടെ നോക്കിയാലൊക്കെ പാടാണ്. അപ്പോൾ നമ്മുടെ ക്യാമറയിലാണെങ്കിലും നമ്മുടെ കണ്ണുകളിലാണെങ്കിലും എത്ര നേരം നമുക്ക് ആ ഒരു വിഷ്വൽ ഒപ്പിയെടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുവാണെങ്കിൽ കുറേ ടൈം നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടോ. ഇപ്പോൾ ആണെങ്കിൽ കാലാവസ്ഥ ആണെങ്കിൽ നമുക്ക് വളരെ അനുകൂലമായി. കാരണം നല്ല തണുത്ത കാറ്റും വെയിലൊക്കെ മങ്ങിയ ആ ഒരു സമയമായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാട്ടോ വാഴാലിക്കാവിന്ന്. ഞങ്ങൾ പോകുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ആൾക്കാർ എത്തുന്നുണ്ടായിരുന്നു. നട അടച്ച സമയമാണ്. അപ്പോൾ കൂടുതൽ ഇവിടെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. പ്രീ വെഡിങ്ങിനും പോസ്റ്റ് വെഡിങ്ങിനൊക്കെ പറ്റിയ ഒരിടാണ് കേട്ടോ ഇവിടെ. കാരണം അത്രയും ഭംഗിയാണ് ഇവിടെ. കാരണം ഈ ഒരു സമയത്ത് നല്ലൊരു പച്ചപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അഴകിൻ്റെ വാഴാലിയിൽ നിന്ന് യാത്രയാണ്. ഇവിടെ എങ്ങനെ മലയാള സിനിമയുടെ പ്രിയപ്പെട്ട ലൊക്കേഷൻ ആവാതിരിക്കും എന്നാണ് എൻ്റെ ഒരു ചിന്ത ഇപ്പോൾ. നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുവരെ സബ് ചെയ്ത എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ് ലക്ഷ്മി.